സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ, മികച്ച അധ്യാപനം, മനോഹരമായ ക്യാമ്പസ്, ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ്. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശ്വംനഗർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു. വിശ്വംനഗർ റെസിഡൻസ് അസോസിയേഷന്റെ 22ാമത് വാർഷിക പൊതുയോഗം നടന്നു. എഡ്രാക് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് കുമാർ PC ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കണ്ട രണ്ട് പ്രത്യേകത, ഏകദേശം 150 കുടുംബങ്ങളുള്ള ഒരു അസോസിയേഷൻ വീടാണ്. ഒരു 65-70 കുടുംബങ്ങളുണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറേയധികം കുട്ടികൾ, നമ്മൾ എവിടെയുള്ള സംഭവം, കുട്ടികൾ വളരെയധികം കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികൾ വളരെയധികം സന്തോഷത്തിലാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവരെയും SSLC +2 പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പുസ്തക വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. പ്രസിഡന്റ് KS രമേശ് അധ്യക്ഷത വഹിച്ചു. അതിന് നല്ല മുഖ്യ പങ്കുവയ്ക്കുകയാണെന്നാണ് നമ്മുടെ താമസത്തിൻ്റെ ആൾക്കാരുടെ നമ്മുടെ പ്രദേശത്ത് വഴിവിളക്കുകളാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും അതേപോലെ യാത്രാ സൗകര്യങ്ങളാണെങ്കിലും റോഡുകളുടെ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ എല്ലാ കാര്യത്തിലും നമ്മളവിടെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നതിന് മുന്നോട്ട് പോകുന്ന നമ്മുടെ കൗൺസിലർ തന്നെയാണ് നമ്മുടെ ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായ. സെക്രട്ടറി വിക്ടോറിയ ആന്റണി സ്വാഗതം ആശംസിച്ചു. കൗൺസിലറും വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VS ഷിജിത്ത് മുഖ്യാതിഥിയായിരുന്നു. നല്ല വഴിക്കുള്ള സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് വിശ്വംനഗർ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ ഒട്ടനവധിയാണ്. ഒറ്റ ശ്വാസത്തിൽ എഴുതി വായിച്ചിട്ടാണെങ്കിലും സ്വാഗതം പറഞ്ഞപ്പോൾ പഴയ കാലം മുതൽ ഇങ്ങനെ വിക്രമിച്ച് പറഞ്ഞു, ശ്വാസം വിടാതെ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ രൂപീകരിക്കാൻ കാരണമായത് പണ്ടൊരു പേരുണ്ടായിരുന്നു. ഈ നാട്ടിലൊരു പുഴയെന്നായിരുന്നൊരു പാട്ടില്ലേ, അതുപോലെ പണ്ടൊരു പേരുണ്ടായിരുന്നു. ഫാദർ പടിഞ്ഞാറയിൽ തോമസ്, PMSC ബാങ്ക് വൈസ് പ്രസിഡന്റ് K സുരേഷ്, എഡ്രാക് പള്ളുരുത്തി മേഖലാ പ്രസിഡന്റ് ജോർജ്, പള്ളുരുത്തി മേഖലാ സെക്രട്ടറി K അഫ്സൽ, പീറ്റർ അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.